2020 പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ പട്ടിമറ്റം, മഴുവന്നൂർ, ഐക്കർനാട് എന്നീ സ്ഥലങ്ങളിൽ നടന്നു. മാർച്ച് 20 ബുധനാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ നടന്ന കൺവെൻഷനുകളിൽ 2020 പാർട്ടി ചെയർമാൻ സാബു എം ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി കൊള്ളയടിച്ച കേരളത്തെ നശിപ്പിക്കുന്നതും സാധാരണക്കാരുടെ നിസ്സഹായാവസ്ഥ കണ്ട് മനം മടുത്താണ് 2020 പാർട്ടി ആരംഭിച്ചതെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. ജനങ്ങളുടെ നന്മയും നാടിന്റെ സമഗ്രമായ വികസനവും മാത്രമാണ് 2020യുടെ ഏക ലക്ഷ്യമെന്നും 2020യെ വിശ്വസിച്ച് അധികാരമേൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്ന പക്ഷം ഭക്ഷ്യസുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ദീപക് രാജൻ കുന്നത്തുനാട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ്, റസീന പരീദ് വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബിൻസി ബൈജു മഴുവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, നിതാമോൾ MV കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, ഡീന ദീപക് ഐക്കർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ കൺവെൻഷനുകൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 21 വ്യാഴാഴ്ച 2020 പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാർട്ടി ജേക്കബ് സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ നടക്കും. അതേസമയം കഴിഞ്ഞ 68 വർഷം ഇടത് വലത് മുന്നണികൾ ഭരിച്ചു നശിപ്പിച്ച കേരളത്തെ 2020 പാർട്ടിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്ന് സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു. 2020 പാർട്ടി പുതുർക്കയിൽ നടത്തിയ മഹാസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ആകെ തകർന്നിരിക്കുകയാണ്. 2026-ൽ പൊതുകടം 7 ലക്ഷം കോടി രൂപയിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. 2026-ൽ 2020 പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ 10 വർഷത്തിനുള്ളിൽ അഴിമതിയും ധൂർത്തും ഒഴിവാക്കി ആസൂത്രണ മികവോടെയും സാമ്പത്തിക അച്ചടക്കത്തോടെയും പൊതുകടം തീർത്ത് മിച്ചം വരുന്ന തുക സ്ഥിര നിക്ഷേപമിടുമെന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. 2015-ൽ 39 ലക്ഷം രൂപ കടമുണ്ടായിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് 8 വർഷത്തിനുള്ളിൽ 22 കോടി രൂപ മിച്ചം പിടിക്കാൻ കഴിഞ്ഞത് കേരളം മുഴുവനും മാതൃകയാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം 2000 കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. പ്രതിദിനം ഒരു കൊലപാതകവും 7 ബലാത്സംഗങ്ങളും നടക്കുന്നു. 14 കുട്ടികൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു. 60 സ്ത്രീകൾ അതിക്രമത്തിന് വിധേയമാകുന്നു. കേരളം ഇന്ന് മയക്കുമരുന്ന് കേസുകളുടെ ഹബ്ബായിരിക്കുന്നു. 2023-ൽ 35,000 മയക്കുമരുന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ദിവസം 100 കേസുകൾ. 2016 മുതൽ പിണറായി വിജയന്റെ ഭരണകാലത്ത് 43 ലക്ഷം കുറ്റകൃത്യങ്ങളാണ് നടന്നത്. ഇക്കാലയളവിൽ 55,000 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത്. 2020 പാർട്ടി അധികാരത്തിലെത്തിയാൽ 6 മാസത്തിനുള്ളിൽ കുറ്റകൃത്യങ്ങൾ 80% കുറയ്ക്കുമെന്നും സാബു എം ജേക്കബ് ഉറപ്പു നൽകി. 5 വർഷത്തിനുള്ളിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രതിമാസ ക്ഷേമ പെൻഷൻ 5,000 രൂപയാക്കി ഉയർത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടൊപ്പം 8 ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷിക്കാർക്കും 5,000 രൂപ പെൻഷൻ നൽകും. കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളം മുഴുവൻ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.